ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്ക് വിത്ത് റിച്ചു. അപ്പം പോളറോയിഡ് പിക്ചേഴ്സിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവ ആപ്പാണ്. ക്യാൻവ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. എന്നിട്ട് അതിൽ സെർച്ച് ബട്ടണിൽ നമുക്ക് A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ A3 ഡോക്യുമെൻറ്റിലാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് A4ൽ ചെയ്യണമെങ്കിൽ A4 എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനൊരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്ന് കാണുന്ന ബ്ലാങ്ക് പേജ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ക്രിയേറ്റ് ബ്ലാങ്ക് കണ്ടില്ലേ, അത് സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താ ഈ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടം പോർഷനിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ ഡിസൈൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ എലമെൻറ്റ്സ് സെലക്ട് ചെയ്യാം. എന്നിട്ട് സെർച്ച് ബട്ടൻ്റെ അവിടെ പോളറോയിഡ് ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് കിട്ടും. പോളറോയിഡ് ഫ്രെയിംസിൻ്റെ ഇഷ്ടമുള്ള ഓപ്ഷൻ എടുക്കാം. ഞാൻ എന്താ ഫസ്റ്റ് വണ്ണാണ് എടുക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് നമ്മുടെ പേജിൻ്റെ ടോപ്പ് പോർഷനിൽ റീസൈസ് ചെയ്തത് ഇത് കണക്ക് കൊണ്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ 3 ഓപ്ഷൻസ് ഉണ്ട് കണ്ടില്ലേ. അതൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ്, അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താ ഇങ്ങനെ ആഡ് ഫോട്ടോസ് മൾട്ടിപ്പിൾസ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് നമുക്ക് നമ്മുടെ ആ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 4 പോളറോയിഡ്സ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ റൈറ്റ് സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് പിക്ചർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പം താഴെ ഒരു 3 ഡോട്ട് വന്നില്ലേ, അതിൽ സെലക്ട് ചെയ്യുമ്പം താഴെ സെലക്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള 3 പോളറോയിഡ്സും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ സെൻറ്ററിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുമ്പം ആ A3 ഡോക്യുമെൻ്റ് ആ റോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്താ ഫസ്റ്റ് റോ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെലക്ട് മൾട്ടിപ്പിൾ ചെയ്യുക. എന്നിട്ട് താഴെ ഒരു കോപ്പി ബട്ടണില്ലേ, അത് കോപ്പി ചെയ്യുക. അപ്പം എന്താ അങ്ങനെ കോപ്പി ആ ഒരു 3 പോളറോയിഡ്സ് നമുക്ക് കോപ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കോളവും നമ്മൾ ഓരോ റോയും ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ അങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ, അതായത് നമ്മുടെ ഷീറ്റിൽ പറ്റുന്നത്ര റോസ് നമുക്കിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കോപ്പി എടുത്ത് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് റോ നമ്മൾ പ്ലേസ് ചെയ്തപ്പോൾ താഴത്തെ കുറച്ച് പോർഷൻ നമുക്ക് താഴോട്ട് പോയിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത കണക്ക് ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് പിന്നെ സെലക്ട് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്ത് നമുക്ക് എല്ലാ പിക്ചേഴ്സും സെലക്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ പിക്ചേഴ്സും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ സ്ട്രെച്ച് ചെയ്ത കണക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ A3 ഡോക്യുമെൻറ്റിൽ കറക്റ്റായിട്ട് 5 റോസിലും കറക്റ്റായിട്ട് നമുക്ക് പോളറോയിഡ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള പോളറോയിഡിൻ്റെ ഫ്രെയിം പ്ലേസ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി പിക്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ബോട്ടം പോർഷൻ കാണുന്ന പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. അതിൽ താഴെ ഡിസൈൻ എലമെൻറ്റ്സ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അപ്ലോഡ്സ് എടുക്കുക. അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് ഡയറക്റ്റ് പോകും. അവിടുന്ന് നമുക്ക് വേണ്ട പിക്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ ഞാൻ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ സൈസൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ പോളറോയിഡ് പിക്ചർ ഓപ്ഷൻ്റെ അവിടെ കൊണ്ട് വെച്ചാൽ അത് പ്ലേസ് ആയിക്കോളും. അങ്ങനെ നമുക്ക് നമ്മുടെ A3 ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇത് കണക്ക് പ്ലേസ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഫോട്ടോസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിക്കിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടോപ്പിലോട്ടോ ബോട്ടം പോർഷനിലോട്ടോ നമുക്കത് പ്ലേസ് ചെയ്യാനേ ഉള്ളൂ. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ എന്താ നമ്മൾ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ ടോപ്പ് പൊസിഷനിൽ കാണുന്ന ആരോ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ ഡൗൺലോഡ് സെലക്ട് ചെയ്യണം. പിന്നെ ഫയൽ ടൈപ്പിൻ്റെ അവിടെ നമുക്ക് PNG മാറ്റിയിട്ട് നമുക്കതിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് PDF പ്രിൻ്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡൗൺലോഡ് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പിക്ചർ ഇതാ ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടും. പിന്നെ നമുക്ക് ഗാലറിയിലേക്ക് വേണമെങ്കിൽ അവിടെ ഇത് ഇൻവേർട്ടഡ് ആരോ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിലേക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ ഫയലിൽ കാണുന്ന ഫോട്ടോ ആണ് കേട്ടോ. നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ കിട്ടും. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും. ഒരു ക്ലാരിറ്റി ഇഷ്യൂസും വരില്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ എല്ലാ ഫോട്ടോസും ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.